പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് 5 വയസ്സായി. സ്കൂളിൽ ചേർത്തി. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. മദ്രസയിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. അങ്ങനെ നമ്മുടെ കർജനയുടെ ഓലപ്പരയായിരുന്നു. ഓലപ്പര വന്നിട്ട് പിന്നെ ലോണ് കിട്ടി വീട് വാർപ്പ് കഴിഞ്ഞിട്ട് അപ്പൊന്നും വെള്ളമില്ല. അപ്പൊക്കെ പൈപ്പൊന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെള്ളം കോരി എൻ്റെ ഇടുപ്പൊക്കെ ഇതായിട്ടുണ്ട്. ഞാൻ കിണർ ഒന്ന് കുഴിക്കാൻ പറഞ്ഞ് കിണർ കുഴിച്ചു. ചൂളപ്പണിക്ക് പോകുന്ന സമയമായിരുന്നു. അവിടുന്ന് കല്ല് കൊണ്ടുവന്ന് കിണറൊക്കെ കെട്ടി അങ്ങനെ ഏകദേശം വീട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. എനിക്ക് പിന്നെ ഒരു ഹോട്ടലിൽ പണി കിട്ടി പാലക്കാട് കപില വസ്തുവിൽ. ഹോട്ടലിൽ പണി കിട്ടി. ഞാൻ 4 മണിക്ക് എണിക്കും. 7 മണിക്ക് അവിടെ എത്തണം. 4 മണിക്ക് എണിച്ച് വീട്ടിലെ പണിയൊക്കെ ഒരുക്കി മകന് ചോറൊക്കെ ടിഫിനിലാക്കി വെച്ചിട്ട് ഞാൻ പോകും. 7 മണിക്ക് അവിടെ കയറിയാലേ 4 മണിക്ക് അയക്കുള്ളൂ. 4 മണിക്ക് അവിടെ നിന്ന് വന്നാലാണ് 5:30 ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ ഹോട്ടലിൽ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ 10ാം ക്ലാസ് വരെ ഞാൻ വർക്ക്ഷോപ്പിക്കും പോകാൻ തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശരി അവന് 20-25 വയസ്സാകാനായി. പെണ്ണ് നോക്കാം എന്ന് പറഞ്ഞ് പെണ്ണ് നോക്കാൻ തുടങ്ങി. പെണ്ണ് നോക്കാൻ കുറേ നോക്കി. ഒരു 4-5 എണ്ണം നോക്കി. 4-5 എണ്ണം നോക്കി. ഓരന് ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഓരന് പട്ടി വളർത്തുന്നവർക്ക് പെണ്ണ് തരില്ല എന്നായി. വർക്ക്ഷോപ്പ് വരണമെങ്കിൽ പെണ്ണ് കിട്ടില്ല എന്നായി. അങ്ങനെയൊക്കെ ആയിട്ട് 3-4 കല്യാണങ്ങളൊക്കെ മുടങ്ങി പോയി. പിന്നെ ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 5-6 വർഷമായി. പിന്നെ വിഷമം പേരക്കുട്ടികളായില്ലാണ്. പേരക്കുട്ടികളായില്ല പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ പേരക്കുട്ടികളായി 2 പെൺകുട്ടികൾ. 6 മാസമായി. ഇപ്പോൾ എന്താ പറയുന്നത്, പണിക്കൊന്നും പോകാൻ തരവില്ല. വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കടവും വാങ്ങിയത് കൊടുക്കാൻ വഴിയില്ലാണ്ടും വേറെ ഒരാൾക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട്. വാങ്ങിയത് കൊടുത്താലേ എനിക്ക് ചോദിക്കാൻ പറ്റുക. അങ്ങനെ അപ്പോൾ വീട്ടിൽ കുത്തിരുന്നിട്ട് സമയം പോകാണ്ടും എന്താ പറയുക, എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞിട്ടിരുന്ന നമുക്ക് പറ്റിയ പണിയൊന്നും ശരിയാകണമില്ല. ആ ഹോട്ടലിൽ ഞാൻ പോകാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ഒന്നാമത്തെ ഒരാളെടുത്തു, രണ്ടാമത്തത് ഇങ്ങനൊന്നും ആവില്ല. ഹോട്ടൽ വൈകുന്നേരം വരെ രാവിലെ പോയിട്ട് അവിടെ പാത്രം കഴുകാൻ കയറിയ വൈകുന്നേരം വരെയും 4:30 വരെയും കഴുകി വൈകുന്നേരം കയ്യും കാലൊക്കെ അളിഞ്ഞിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ നനയും പോയി മാറ്റാൻ കൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റും. എന്നാലും അവിടുന്ന് ബസ്സിൽ കയറിയിരിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പും കാലൊക്കെ ഒട്ടിപ്പിടിച്ച് നടക്കാൻ പറ്റാണ്ട് വരും. കാലൊക്കെ ഇങ്ങനെ അളിഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതാണ് ഞാൻ ഹോട്ടൽ പണി വേണ്ട. ഞാൻ ചെറുതായിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്, ചെറുതായിട്ടുള്ള കടകളിലൊക്കെ പോയിട്ട് അതാകുമ്പോൾ അധികോളം കഴുകണ്ടല്ലോ. അവിടെയും പോയി നിൽക്കണം എന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോട്ടെ. എന്താ പറയുക, ചിലവും മാനമര്യാദയും പുതിയ കുട്ടികളല്ലേന്ന് അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കണ്ടേ. അങ്ങനെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓരോ ദിവസം ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ പറയാം. എൻ്റെ ചരിത്രങ്ങൾ ഇനിയും കുറച്ചും കൂടെ പറയാനുണ്ട്. അങ്ങനെ ഒരു 9 വയസ്സിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 56 വയസ്സായി. ഈ 56 വയസ്സിൻ്റെ ഉള്ളിൽ കുറേ അനുഭവങ്ങളൊക്കെ കുറച്ച് ഞാൻ പറയാനൊക്കെ വിട്ടുപോയി. എന്താ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ഇത് കാണണ്ടാവും. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നണ്ട. അവരിപ്പോൾ വലിയ ആൾക്കാരായി. പക്ഷേ പണ്ടത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ അവർക്കൊരു വിഷമം തോന്നുന്നുണ്ടാവുകൊണ്ടാണ് കുറേ വിഷമങ്ങളൊക്കെ പറയാണ്ടിരുന്നുണ്ട്. പെട്ടെന്ന് കുറച്ച് പറഞ്ഞതാണ്. ഒക്കെ എല്ലാം പോയിട്ട് കുടിക്കണം. റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ എന്തൊക്കെയൊക്കെ പറയണം പറഞ്ഞിട്ടാണ് വേദി ഓണാക്കിയിട്ടിരുന്നത്. ഒന്നും പറയാൻ കിട്ടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിനൊരു മോചനമാക്കി തരിക. തേങ്ങയൊന്നുമില്ല അരയ്ക്കാൻ. തേങ്ങയുടെ ചെക്കൻ വരെ പറഞ്ഞ് കാണാനും. തേങ്ങ ഇട്ടതാണെങ്കിൽ 10 തേങ്ങ കൊടുത്താലും വീടിൽ പോകാനുണ്ടെങ്കിൽ ആയി. ഒക്കെ കാര്യമാണ്. പഞ്ചസാര ഡപ്പ, ചായപ്പൊടി ഡപ്പ, മുളക് ഡപ്പ പറഞ്ഞ പോലെ എല്ലാം കാലിയായി കിടക്കണം. അടുത്താഴ്ച പള്ളി നിറച്ച എന്താ ചെയ്യുക? കടമ കിട്ടുമോ ചിലവ് കഴിയുമോ ഒരു വഴിയും കാണാനില്ല നോക്കുമ്പോൾ.
ശരി ബാക്കി പിന്നെ പറയാം.